അവിടെ പാലക്കാട് എങ്ങനെ ജയിക്കും, എന്തൊക്കെ വിഷയങ്ങളായിരിക്കും അവിടെ, ആരായിരിക്കും ജയിക്കുക, എന്താകും അവർക്ക് ജയത്തിന് കാരണമാവുക, ആരായിരിക്കും തോൽക്കുക, അവർക്ക് തോൽവിക്ക് കാരണമാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. പാലക്കാട് നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. 2009 മുതൽ MP രാജേഷ് ജയിച്ചു വരികയാണ്. 2014 അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. BJPക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. BJPക്ക് നിർണായകമായ സ്വാധീനവും തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം നല്ല ഭരണ നേതൃത്വവുമുള്ള മണ്ഡലമാണ് പാലക്കാട്. 2014 തെരഞ്ഞെടുപ്പ് വിധി വോട്ട് കണക്കുകൾ ഇപ്രകാരമാണ്. MP രാജേഷിന് 4,12,897 വോട്ടുകളാണ് അദ്ദേഹം ആകെ സമാഹരിച്ചത്. 3,07,597 വോട്ടുകൾ MP വീരേന്ദ്രകുമാർ നേടി. ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി 1,36,587 വോട്ടുകളാണ് അവർ BJPക്ക് വേണ്ടി സമാഹരിച്ചത്. പാലക്കാട് നല്ല സ്വാധീനമുള്ള പാർട്ടിയാണ് BJP. 1,05,300 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് MP രാജേഷിന് MP വീരേന്ദ്രകുമാറിന് മേൽ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് 2009 തെരഞ്ഞെടുപ്പിനേക്കാൾ അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് പരിശോധിച്ചാൽ കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി എന്നിവയാണ് ഈ മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണെന്ന് നമുക്കറിയാം. 68,067 വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിരുന്ന ഭൂരിപക്ഷം. പ്രധാനമായും MP രാജേഷിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നല്ല തോതിൽ വിലയിരുത്തപ്പെടും അവിടെ എന്നതാണ് നില. അദ്ദേഹം പ്രത്യേകിച്ചും 3ാം തവണയാണ് മത്സരിക്കുന്നത് എന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം സംസ്ഥാനത്താകെ തന്നെയും അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്, നേതാവാണ്. രാജ്യത്ത് പാർലമെൻറ്റിലടക്കം അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഈ ദേശീയ ചാനലുകളിലടക്കം ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം സാന്നിധ്യവുമാണ് ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ. പക്ഷേ മണ്ഡലത്തിലെ പ്രവർത്തനം നല്ല തോതിൽ വിലയിരുത്തപ്പെടും. CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും ഇത്തവണ. അവിടെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ സംസ്ഥാന തലത്തിൽ ആകപ്പാടെയുള്ള വിഭാഗീയ പ്രശ്നങ്ങളുടെ ഇതുപോലെയല്ല. അവിടെ PK ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക പീഡന ആരോപണം പോലുള്ള പ്രശ്നങ്ങളിൽ ഇരുപക്ഷം ഉണ്ടായിട്ടുണ്ട്. ആ ഇരുപക്ഷത്തിൻ്റെ പരസ്പരമുള്ള വിദ്വേഷം അവിടെ ഒരു CPMലെ ആഭ്യന്തര പ്രശ്നമായി വരും. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമെന്ന് ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാകും എന്നത് ഈ 3ാം തവണ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJP വോട്ടുകൾ നിർണായകമാണ്, വികസന പ്രശ്നങ്ങൾ നിർണായകമാണ്, ന്യൂനപക്ഷ വോട്ടുകൾ അവിടെയുണ്ട്. വികസന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന റെയിൽവേ വികസനം അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ MPയുടെ ഇടപെടൽ, അതോടുള്ള വിമർശങ്ങൾ, അത് വിജയിക്കാത്ത കാര്യങ്ങൾ ഒക്കെ ചർച്ചയാകുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. മാധ്യമപത്രത്തിൻ്റെ ബ്യൂറോ ചീഫ് ശ്രീ TV ചന്ദ്രശേഖരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മോടൊപ്പം ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ TV ചന്ദ്രശേഖരൻ, അവിടെ ഷാഫി പറമ്പിൽ വന്നേക്കാം MP രാജേഷിനെതിരെ എന്ന ഒരു സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഷാഫി പറമ്പിൽ നല്ല പേരുണ്ടാക്കിയിട്ടുള്ള MLA ആണ്, യുവ നേതാവാണ്, നല്ല ഊർജ്ജമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ എന്താകും ഉണ്ടാവുക? ഇനി അദ്ദേഹമല്ല എങ്കിൽ ആരാകും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? പാലക്കാട് ഇപ്പം നമ്മൾ MP രാജേഷിന്റെ പേര് തീരുമാനമായി കഴിഞ്ഞു. 3ാം തവണ മത്സരിക്കുകയാണ്. എതിർസ്ഥാനായിട്ട് വരുന്നത് മറ്റേ ഷാഫി പറമ്പിലിന്റെ പേര് ഒരു ആരംഭഘട്ടത്തിൽ കേട്ടിരുന്നു, തുടക്കത്തിൽ കേട്ടിരുന്നു. പിന്നീട് അതങ്ങ് കെട്ടടങ്ങി. ഷാഫി തന്നെ പറഞ്ഞിരുന്നു ഞാൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 1-2 ദിവസമായിട്ട് ഷാഫിയുടെ പേര് വീണ്ടും വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ നമുക്കറിയാം 2011 ഷാഫി പറമ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹം KSUവിന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലും ഒരു പ്രസംഗ പാടവത്തിലും പ്രത്യേകിച്ച് യുവജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് കൊണ്ടുമാണ് അദ്ദേഹം ജയിച്ചത്. തുടർച്ചയായിട്ട് 2 വട്ടം ഇവിടുന്ന് ജയിച്ചു. അപ്പൊ ഷാഫി പറമ്പിലിന് മാത്രമല്ല, ഷാഫി പറമ്പിൽ പട്ടാമ്പി, ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പെട്ട പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. പാലക്കാട് നിന്ന് ജയിച്ചു. കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല, ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി പോയി. ആ മനുഷ്യൻ ഷാഫി വീണ്ടും ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം, കടുത്ത മത്സരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ശ്രീ ചന്ദ്രശേഖരൻ, അവിടെ കടുത്ത മത്സരം അങ്ങനെയാണെങ്കിൽ തന്നെയും ഉണ്ടാകും. ഒപ്പം MP രാജേഷിനെതിരായിട്ട് ഈ പറയുന്ന CPMനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു വിഷയമായിട്ട് വരുമോ? ഈ PK ശശിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം അത് ആ പാർട്ടിക്കകത്ത് MP രാജേഷിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ടല്ലോ.
അതായത് 2009 രാജേഷിന്റെ കന്നി അംഗം അദ്ദേഹം ഇതുവരെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പിലും ഇത്ര ശ്രമകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. CPM-ന്റെ ഉള്ളിൽ വിഭാഗീയത വളരെ കടുത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു കാലമായിരുന്നു. അത് ഭൂരിപക്ഷം കണ്ടാ അറിയാം. പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗീയതയില്ല. ഇപ്പൊ CPM-ന്റെ പ്ലീനം പാലക്കാട് നടന്നു. ആ പ്ലീനത്തിന്റെ പ്രധാന പ്രഖ്യാപനം ഞങ്ങളുടെ പാർട്ടിയിൽ വിഭാഗീയത അസ്തമിച്ചു എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ആണെങ്കിൽ തന്നെ ഇപ്പോ ഇതിനുശേഷം 2 സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ MP കൂടിയായിട്ടുള്ള കൃഷ്ണദാസ് 3ാം സ്ഥാനത്ത് വന്നു. രണ്ടാമത് ഏറ്റവും ഒടുവിൽ മണ്ണാർക്കാട് സ്വദേശിയും ഷൊർണൂർ MLA-യുമായ PK ശശിക്കെതിരെ ഉയർന്ന ആ ആരോപണം, ഇതിൽ രണ്ടിലും രാജേഷിന്റെ കരങ്ങൾ ഉണ്ട് എന്ന സംശയാലുക്കൾ പാർട്ടിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ തുടക്കത്തിലൊക്കെ ചില അലയോലികളൊക്കെ ഉണ്ടാവുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ പാലക്കാടിന്റെ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റു പല മണ്ഡലങ്ങളെ പോലെ അല്ല പാലക്കാട്. മണ്ഡലം നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞാൽ അത് LDF ആയാലും UDF ആയാലും പക്ക രാഷ്ട്രീയ മത്സരമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒരു രാഷ്ട്രീയ മത്സരമായിരിക്കും യഥാർത്ഥത്തിൽ പാലക്കാട് ഉണ്ടാവുക. ശ്രീ KJ ജേക്കബ്, അങ്ങേയറ്റം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നതാണ്. ഈ MP രാജേഷിന് വിജയിക്കുന്ന ഘട്ടത്തിൽ ഈ ഹിന്ദു വോട്ടർമാർ, ഹിന്ദു വികാരമുള്ള വോട്ടർമാരുടേതടക്കം വോട്ട് കിട്ടാൻ പാകത്തിനുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹമെങ്കിൽ ഇപ്പോൾ പക്ഷേ ഈ ശബരിമല വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മുന്നിൽ നിൽക്കുകയില്ലേ? MP രാജേഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ വിഷയം കൂടെ ഉണ്ടാകുമോ? MP രാജേഷ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 പ്രാവശ്യം നേരിട്ടതിലേക്കാളും വലിയ ഇപ്പോൾ ഷാഫി പറമ്പിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹം ഇതുവരെ നേരിട്ടതിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ശശിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിഷയം അതല്ല. അത് ഈ പറയുന്നത് പോലെ ഒരു മൈനർ ഇഷ്യൂ ആയിട്ട് മാത്രമേ മാറുള്ളൂ. പക്ഷേ വിഷയം രാഷ്ട്രീയം തന്നെയാണ്. BJPക്ക് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 1,30,000 വോട്ടുകളോടും അവിടെയുണ്ട്. BJPക്ക് കുറച്ചുകൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കും. അങ്ങനെ അത് മാത്രമല്ല, രാജേഷ് പിന്നെ RSSൻ്റെ ഒരു നോട്ടപ്പുള്ളി കൂടിയാണ്. RSS BJPയുടെ ഒരു നോട്ടപ്പുള്ളി കൂടിയാണ്. വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് അത് MP രാജേഷ് BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒരു നോട്ടപ്പുള്ളി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പിന്നെ ഒരു MP രാജേഷിനെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ മാത്രം ആവശ്യമായിരിക്കില്ല. അത് RSS BJPയുടെ കൂടെ ഒരു ആവശ്യമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പാലക്കാട്ടെ പിന്നെ ഷാഫി പറമ്പലിനെ പോലെ ഒരാളാണ് വരുന്നതെങ്കിൽ ഇന്ന് വരെ രാജേഷ് നേരിട്ടതിനേക്കാളും ഏറ്റവും വലിയൊരു ഫൈറ്റ് ആയിരിക്കും. കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ ഫൈറ്റുകൾ ഒന്ന് പാലക്കാട്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ശ്രീ എ സജീവൻ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് MP രാജേഷ് നന്നായി വിയർക്കേണ്ടി വരും ഇത്തവണ എന്ന് തന്നെയാണോ താങ്കളും വിചാരിക്കുന്നത്? ഇല്ല, രാജേഷ് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്നതാണ്. പകരമൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ കുറേ കൂടി ശക്തമായ പോരാട്ടമുണ്ടാകും. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള 20 MP-മാരിൽ ഏറ്റവും നന്നായിട്ട് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, അത് ജനങ്ങളുടെ മുമ്പാകെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാജേഷ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ പ്രശ്നമില്ല. മാത്രമല്ല മണ്ഡലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും LDFന് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. പിന്നെ പിടിച്ചെടുക്കാൻ ഇപ്പോൾ പറഞ്ഞ പോലെ BJPയുടെ RSSൻ്റെ ഒക്കെ താല്പര്യം കൂടി അതിന് കൂടെ വന്നിട്ട് ഈ UDFൻ്റെയും BJPയുടെയും താല്പര്യമായിട്ട് മാറുകയും ശക്തനായൊരു സ്ഥാനാർത്ഥി മറുപടത്തുണ്ടാവുകയും ചെയ്താൽ ഒരു വലിയ തങ്ങൾ പറഞ്ഞ വിയർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമുക്ക് പാലക്കാട് നിന്ന് പോകാം.